വിദ്യാർത്ഥികളെ, നമ്മുടെ ടോപ്പിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിന്റെ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉള്ളത് രണ്ടാമത്തെ പാർട്ടിലാണ്. പാർട്ട് 1 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ ഫോർമാറ്റുകൾ, അതിൽ വരുന്ന അക്കൗണ്ടുകൾ, ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്, ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെയാണ്, എന്താണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ ചെയ്യുന്നതിനുള്ള ലക്ഷ്യം എന്താണ്, എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഇതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രം അഡ്ജസ്റ്റ്മെന്റായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇലുസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരാവുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ ഡിസ്കസ് ചെയ്യണം. തുടർന്ന് ഇലുസ്ട്രേഷൻ വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഒഴികെ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും നമുക്ക് ഈ സെക്കൻഡ് പാർട്ട് തുടങ്ങാം. ഇലുസ്ട്രേഷനിലേക്ക് നമുക്ക് പോവാം. From the following trial balance of Mr. Santosh, prepare trading and profit and loss account for the year ended 31st March 2020 and a balance sheet as on that date. സന്തോഷ് എന്ന് പറയുന്ന ഒരാളുടെ ട്രയൽ ബാലൻസ് താഴെ തന്നിട്ടുണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് തയ്യാറാക്കേണ്ടത്. ട്രയൽ ബാലൻസ് നോക്കാം. സ്റ്റോക്ക് ഓൺ 1st April 2019 13,000, capital 2,41,000, cash in hand 53,000, purchases 80,000, carriage inwards 3,400, sales 1,90,000, purchases returns 1,500, sales return 3,000, investment 6,200, rent 16,800, salaries 24,000, wages 12,000, land and building 2 lakh, bills receivable 8,000, drawings 4,800, office expenses 1,200, bank loan 23,000, discount 700, commission received 800, sundry debtors 30,000, sundry creditors 17,800, furniture 18,000, total 4,74,100. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ട്രയൽ ബാലൻസ്. താഴെ ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31st March 2020 ഈസ് ₹20,800. അടുത്ത പ്രൊസീജിയറിലേക്ക് പോവാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കാം. ട്രയൽ ബാലൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വലതുഭാഗത്തായി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതിന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടതാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏറ്റവും ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ക്വസ്റ്റ്യനിൽ ആദ്യമേ തന്നിട്ടുണ്ട് സ്റ്റോക്ക് ഓൺ 1st April 2019 13,000. ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ട്രേഡിംഗ് അക്കൗണ്ടിലെ ഫസ്റ്റ് ആയിട്ട് എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 13,000. ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ അടുത്തത് പർച്ചേസസ് ആണ് എഴുതേണ്ടത്. പർച്ചേസസ് എമൗണ്ട് 80,000 ആണ്.
എമൗണ്ട് കോളത്തിൽ എഴുതണോ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതണോ എന്ന് തീരുമാനിക്കുന്നത് പർച്ചേസസ് റിട്ടേൺസ് ക്വസ്റ്റ്യനിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. പർച്ചേസസ് റിട്ടേൺസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് 80,000 എഴുതേണ്ടത് ഇന്നർ കോളത്തിലാണ്. പർച്ചേസസ് റിട്ടേൺസ് പർച്ചേസസിൽ നിന്ന് കുറക്കണം, ലെസ് പർച്ചേസസ് റിട്ടേൺസ്. എമൗണ്ട് 1,500. 80,000 നിന്ന് 1,500 മൈനസ് ചെയ്യുക, then 78,500. ഇനി ഡയറക്റ്റ് എക്സ്പെൻസുകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ചെലവോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചെലവോ ആണ് ഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ട് എഴുതേണ്ടത്. കാരേജ് ഇൻവേർട്സ് 3,400. വേജസ് 12,000. ഇത്രയും ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ആദ്യം എഴുതേണ്ടത് സെയിൽസ് ആണ്. സെയിൽസ് 1,90,000. ഇതും സെയിൽസ് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കണം. സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എമൗണ്ട് എഴുതേണ്ടത് ഇന്നർ കോളത്തില്. സെയിൽസ് റിട്ടേൺ ലെസ് സെയിൽസ് റിട്ടേൺ 3,000. സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത് നെറ്റ് സെയിൽസ് ആണ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. ഇനി ഇതിൽ എഴുതേണ്ട ഒരു അക്കൗണ്ട് കൂടിയുണ്ട്, ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ വാല്യൂ ചെയ്ത എമൗണ്ട് തന്നിട്ടുണ്ട് 20,800. ക്ലോസിംഗ് സ്റ്റോക്ക് 20,800. ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ട മുഴുവൻ അക്കൗണ്ടുകളും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ലഭിക്കും. 2 എമൗണ്ട് കോളങ്ങളും ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്ത് വലിയ ടോട്ടലാണ് 2 സൈഡിലെയും ടോട്ടലായിട്ട് എഴുതേണ്ടത്. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലാണ് കൂടുതൽ, 2,07,800. ഈ ടോട്ടൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഈ ടോട്ടലിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ എല്ലാ എമൗണ്ടുകളും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1,09,000. ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇൻകം കൂടുതലാണ്, എക്സ്പെൻസ് കുറവാണ്, അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യണം. ഈ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യണം. ക്രെഡിറ്റ് സൈഡിലാണ് ബ്രോട്ട് ഡൗൺ ചെയ്ത് എഴുതേണ്ടത്. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ അതുമാണ് എഴുതേണ്ടത്. നമുക്ക് പരിശോധിച്ച് നോക്കാം. റെന്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. എമൗണ്ട് 16,800. സാലറി 24,000. ഓഫീസ് എക്സ്പെൻസസ് 1,200. ഡിസ്കൗണ്ട് 700 ഡെബിറ്റ് ബാലൻസ് ആണ്, അല്ലെങ്കിൽ ഡെബിറ്റ് കോളത്തിലാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇത് എക്സ്പെൻസ് ആണ്. ഇതേ ഡിസ്കൗണ്ട് എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിലാണ് തന്നതെങ്കിൽ അതിനെ നമ്മൾ എടുക്കേണ്ടത് ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ടാണ്. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇൻകം ആണ്, ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് എക്സ്പെൻസ് ആണ്. 700 ഡിസ്കൗണ്ട് 700. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊന്നും കാണാനില്ല. കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ളത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എമൗണ്ട് 800. ഇത്രയും അക്കൗണ്ടുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വേണ്ടി ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത്. എല്ലാം എഴുതിയോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിച്ച് നേരത്തെ ചെയ്ത അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. ഇവിടെയും ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലാണ് കൂടുതൽ, 1,01,700. ആ എമൗണ്ട് ഇവിടെ എഴുതി. ഈ എമൗണ്ടിൽ നിന്നും ഡെബിറ്റ് സൈഡിലെ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും കുറക്കുമ്പോൾ 59,000 കിട്ടും. ഈ 59,000 ആണ് നെറ്റ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റലിനോട് കൂടെ കൂട്ടി എഴുതണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകം എഴുതുന്ന സൈഡ്. ഇവിടെ ഡയറക്റ്റ് ഇൻകം
ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകം കൂടുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകം എഴുതിയിട്ടുള്ളത്. ക്രെഡിറ്റ് സൈഡ് കൂടുതലായിരുന്നു, അതുകൊണ്ട് നമുക്ക് കിട്ടിയത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ, ഇൻകം എഴുതുന്ന സൈഡിലാണ് കൂടുതൽ, അതുകൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് വന്നത്. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരിക, അത് ഗ്രോസ് ലോസ് ആണ്. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡാണ് എമൗണ്ട് കൂടുതലെങ്കിൽ നമുക്ക് കിട്ടുന്നത് നെറ്റ് ലോസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയത് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റുമാണ്. ഇങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. ഇനി അടുത്ത പ്രൊസീജിയറിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസും ക്യാപിറ്റലും എഴുതണം. റൈറ്റ് സൈഡിൽ അസറ്റ്സ് ആണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം എഴുതുക, ലയബിലിറ്റി സൈഡിൽ ആദ്യമായിട്ട് എഴുതുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എഴുതി. എമൗണ്ട് എഴുതേണ്ടത് ഇന്നർ കോളത്തിലാണ്, കാരണം ഇതിനോട് കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യാനും ഡ്രോയിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് തന്നതുകൊണ്ട് ഡ്രോയിങ്സ് ലെസ് ചെയ്യും വേണം, കുറക്കുകയും വേണം. 2,41,000. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് നോക്കുക, 59,000. ആ നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റലിനോട് കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് നെറ്റ് പ്രോഫിറ്റ് 59,000 ആഡ് ചെയ്ത് ഇന്നർ കോളത്തിൽ തന്നെ എഴുതണം. ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം, ഡ്രോയിങ്സ് ലെസ് ഡ്രോയിങ്സ് 4,800. നെറ്റ് എമൗണ്ട് ഇവിടെ കിട്ടും 2,95,200. ഇനി ലയബിലിറ്റീസ്, മറ്റുള്ള ലയബിലിറ്റീസ് ഈ സൈഡിൽ എഴുതണം. അസറ്റ്സുകൾ അസറ്റ് സൈഡിലും എഴുതണം. ബാങ്ക് ലോൺ 23,000. സൺഡേ ക്രെഡിറ്റേഴ്സ് 17,800. ലയബിലിറ്റീസ് തന്നതെല്ലാം എഴുതി. അസറ്റ് എഴുതുമ്പോൾ ഫിക്സഡ് അസറ്റുകൾ ആദ്യവും കറന്റ് അസറ്റുകൾ അതിന്റെ താഴെയും എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അതുകൊണ്ട് ഫിക്സഡ് അസറ്റുകൾ ഉണ്ടെങ്കിൽ ആദ്യം എഴുതാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 lakh. ഫർണിച്ചർ 18,000. ഇൻവെസ്റ്റ്മെന്റ്സ് 6,200. ഫിക്സഡ് അസറ്റുകൾ കഴിഞ്ഞു. ഇനി കറന്റ് അസറ്റുകൾ എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ് 53,000. ബിൽസ് റിസീവബിൾ 8,000. സൺഡ്രി ഡെറ്റേഴ്സ് 30,000. ട്രയൽ ബാലൻസിലെ മുഴുവൻ അക്കൗണ്ടുകളും ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കോ ബാലൻസ് ഷീറ്റിലേക്കോ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞു. ട്രയൽ ബാലൻസിന് പുറത്ത് തരുന്ന അഡ്ജസ്റ്റ്മെന്റിൽ തരുന്ന എല്ലാ അക്കൗണ്ടുകളും 2 സ്ഥലത്തെങ്കിലും കാണിക്കേണ്ടി വരും. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ നേരത്തെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ അതൊരു അസറ്റാണ്, അസറ്റായിട്ടും കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് 20,800. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ 3,36,000. ഈ സൈഡ് ടോട്ടൽ ചെയ്യുമ്പോഴും 3,36,000. നമ്മുടെ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇതിനുശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇത് നിങ്ങളുടെ പഠന കാര്യത്തിന് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഇത് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതിനുശേഷമുള്ള വീഡിയോകളിൽ അഡ്ജസ്റ്റ്മെന്റ്സും മറ്റു ഇലിസ്ട്രേഷനുമായിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം. താങ്ക് യു.